അനേക ആത്മാക്കളെ അങ്ങനെ സ്വർഗത്തിലേക്ക് കടത്തിവിടാൻ ഇവരുടെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും ഇടവരുത്തിയിട്ടുണ്ട് എന്ന് ചരിത്ര സംഭവങ്ങളിലൂടെ അവർ തെളിയിക്കുന്നു. പഴയ കാലം മുതൽ മനുഷ്യർക്ക് ഇങ്ങനൊരു വിശ്വാസമുണ്ടായിരുന്നു: ശുദ്ധീകര ആത്മാക്കളെ സഹായിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ എന്ന്. മരണസമയത്ത് പരിപൂർണ വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കൂ. അങ്ങനെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയാതെ അതേസമയം ഗൗരവമായ പാപങ്ങൾ ഇല്ലാതെ കഴിയുന്ന മനുഷ്യരെയാണ് ശുദ്ധീകരിക്കുന്നത്. അവസാന ചില്ലിത്തുട്ട് കൊടുത്തു തീർക്കുവോളം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് ഈശോ അസന്നിഗ്ധമായ ഭാഷയിൽ നമ്മോട് പറയുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കും അവരെപ്പറ്റി ഓർക്കാൻ, അവരുടെ കുഴിമാടങ്ങൾ സന്ദർശിക്കാൻ, അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഇങ്ങനൊരു മാസം തിരുസഭ മാറ്റിവെച്ചിരിക്കുന്നത്. അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ളത് സ്നേഹത്തോടെ നമുക്ക് അനുസ്മരിക്കാം. തിരുസഭയാകുന്ന കുടുംബത്തിലെ 3 വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ വേദോപദേശ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വിശുദ്ധിയിൽ മുന്നിട്ട് നന്മ ചെയ്ത് ദൈവപ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചവര് അവർ ദൈവസന്നിധിയിലേക്ക് നേരിട്ടെത്തുന്നു. അവരെല്ലാവരെയും പേര് വിളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. നമുക്ക് കേരളീയർക്ക് വളരെ സന്തോഷത്തോടെ ഓർത്തിരിക്കാവുന്നതാണ് അൽഫോൻസാമ്മ. അങ്ങനെ പേര് വിളിച്ച വിശുദ്ധര് നമുക്ക് മാതൃകകളാണ്. അവരുടെ ജീവിത മാതൃക അനുകരിച്ചുകൊണ്ട് നമ്മളും സ്വർഗത്തിലെത്തണം. എന്നാൽ പേര് വിളിക്കാത്ത കോടാനുകോടി വിശുദ്ധര് സ്വർഗത്തിലുണ്ട്. നല്ല ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് നല്ല മരണം പ്രാപിച്ച് അവർ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു. അതേസമയം നമ്മുടെ പൂർവികരിൽ, നമ്മുടെ കൂടെ, നമ്മുടെ സഹോദരങ്ങളിൽ കുറേ പേരെങ്കിലും ശുദ്ധീകരാഗ്നിയിൽ കഷ്ടപ്പെടുന്നു. ഇവർക്ക് ആശ്വാസം കൊടുക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിച്ച് ദൈവസന്നിധിയിൽ എത്തിയവരെ നമ്മൾ വിശുദ്ധരായി പരിഗണിക്കുന്നു, മാധ്യസ്ഥം യാചിക്കുന്നു, അവരെ വിജയസഭ എന്ന് നാമകരണം ചെയ്യുന്നു. ശുദ്ധീകര അവസ്ഥയിലെ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നവരെ സഹനസഭ എന്ന് സഭ നാമകരണം ചെയ്യുന്നു. ഈ ലോകത്ത് പാപത്തോട് മല്ലടിച്ച് നന്മയിൽ വളരാൻ ശ്രമിച്ച് വീണ്ടും വീണ് എഴുന്നേറ്റ് പോകുന്ന നമ്മളാണ് സമരസഭ. സമരസഭയും സഹനസഭയും വിജയസഭയും തിരുസഭയുടെ 3 ഘടകങ്ങൾ, ഇത് 3ഉം കൂടെ കൂടുന്നതാണ് തിരുസഭ എന്ന വലിയ കുടുംബം. ആകയാൽ ഈ ശുദ്ധീകരാഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ നമ്മുടെ സ്വന്തമാണ്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യന് ശിക്ഷയുടെ ഭാഗമായി കൊടുക്കുന്ന കഠിനാധ്വാനങ്ങൾക്ക് അവൻ്റെ ജോലിയായി കണ്ട് പരിഗണിച്ച് അതിന് കൃത്യമായി ശമ്പളം ആരും കൊടുക്കില്ലല്ലോ. കാരണം അതവൻ്റെ ശിക്ഷയാണ്. ഇതുപോലെയാണ് സ്വന്തം ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കൾക്ക് ആ അനുഭവത്തിന് പ്രതിഫലമൊന്നുമില്ല. അതുകൊണ്ട് അവർ നമ്മളെ ദയനീയമായിട്ട് നോക്കി നിൽക്കുന്നു. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നമ്മൾ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന കണ്ടാൽ, നമ്മൾ അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ, ധാരാളം ദണ്ഡവിമോചനങ്ങൾ പ്രാപിച്ച് ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അവരുടെ ശിക്ഷയുടെ കാലാവധി തീർന്ന് അവർക്ക് സ്വർഗത്തിലെത്താനാകും. അങ്ങനെ സ്വർഗത്തിലെത്തുമ്പോൾ അവൻ നമ്മളെ ഒരിക്കലും മറക്കില്ലല്ലോ. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കാര്യങ്ങൾ ദൈവസമക്ഷം ഓർപ്പിക്കാനും അവ നമുക്ക് സാധ്യതമാക്കി തീർക്കാനും അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും. കുറേ വർഷങ്ങൾ മുമ്പ് വരെ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്ന് പലപ്പോഴും ഇതൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പൂർവികർ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നേടണമെന്ന് വരുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു ഭാഷയുണ്ട്: ആത്മക്കാർക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്ക്, കാര്യം സാധിച്ചു കിട്ടും. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ശുദ്ധീകരാത്മാക്കളെ നമ്മളെ സഹായിച്ചാൽ നമുക്ക് വേണ്ടി അവർ മധ്യസ്ഥം വഹിക്കും, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കും. പരമ്പരാഗതമായിട്ടുള്ളൊരു വിശ്വാസമാണ് ശുദ്ധീകരാത്മാക്കൾ അഗ്നിയാൽ ശോധന ചെയ്യപ്പെടുന്നു എന്ന്. അതേക്കുറിച്ച് വിശുദ്ധർക്കുണ്ടായിട്ടുള്ള ചില ദർശനങ്ങളിലൂടെ
അവർ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്നതാണ് ഈ ലോകത്തിലെ അഗ്നി. ഭക്ഷണം പാകം ചെയ്യാനും തണുപ്പ് മാറ്റാനും അങ്ങനെയൊക്കെ അഗ്നി കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അത് ദൈവം കനിഞ്ഞു തന്നതാ, അനുഗ്രഹമായിട്ട് തന്നതാ. എന്നിട്ട് പോലും ആ തീ കൊണ്ടൊന്ന് പൊള്ളിയാൽ എന്തൊരു നീറ്റലാ, എന്തൊരു വേദനയാ, എന്തൊരു പുകച്ചലാ. കണ്ടമാനം പൊള്ളിയാൽ നമുക്ക് അനുദിന ജീവിതം പോലും ദുസ്സഹമായി തീരും. എത്ര മരുന്ന് ചെയ്താലും എന്തെല്ലാം ഇഞ്ചക്ഷൻ എടുത്താലും ചിലര് പൊള്ളലോടുകൂടി മരിച്ചു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹമായി തന്ന തീക്ക് ഇത്രമാത്രം ശക്തിയുണ്ടെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ നീതി സമ്മാനിച്ചിരിക്കുന്ന ശുദ്ധീകര സ്ഥലത്തിലെ തീക്ക് എന്തോരു ചൂടായിരിക്കുമെന്ന നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ശിക്ഷിക്കാൻ വേണ്ടി ദൈവം രൂപപ്പെടുത്തിയതാ. അതിൽ കിടന്ന് വലയുന്ന നമ്മുടെ സഹോദരങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും മറക്കരുത്. അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് അനേകര് സാക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുക. സാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ഇടയ്ക്കൊക്കെ വിശുദ്ധ കുർബാന ചൊല്ലിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിച്ച് കാഴ്ചവെക്കുക. വിശുദ്ധ കുർബാനയുടെ വലിയ ഫലം അവരിലേക്ക് ഒഴുകിയെത്തി അവരെ ആശ്വസിപ്പിക്കാനും അവർക്ക് രക്ഷ കൊടുക്കാനും കർത്താവ് അനുവദിക്കും എന്ന് അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ആകയാൽ ഈ നവംബർ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങൾ സന്ദർശിക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളെ ദൈവസമക്ഷം ഓർക്കാൻ, അവരുടെ ജീവിതത്തിൽ വന്നുപോയ പോരായ്മകൾക്ക് പരിഹാരമായി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രാശ്ചിത്തങ്ങളും നമ്മുടെ വിശുദ്ധ കുർബാനയും ഒക്കെ സമർപ്പിക്കാൻ, ദാനധർമ്മങ്ങളിലൂടെ അവരെ എപ്പോഴും സഹായിക്കാൻ, ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത്, ഈ ശുദ്ധീകര അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്താൻ ഇടവരരുത്. പരിശുദ്ധിയോടുകൂടെ ജീവിച്ച് ദൈവപ്രമാണങ്ങൾ കൃത്യമായി പാലിച്ച് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കിയാൽ നമുക്ക് മരണത്തോടെ ദൈവസമക്ഷം ഓടിയെത്താനാകില്ലേ? അങ്ങനെ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള ബോധ്യത്തിൽ അവൻ്റെ മകനായിട്ട് മകളായിട്ട് അവൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച് ജീവിക്കുന്നതിന് നമുക്ക് ശരിക്കും പരിശ്രമിക്കാം. ഈ ലോകത്തിലെ ക്ലേശങ്ങൾ വരാനിരിക്കുന്ന മഹത്വത്തിലേക്ക് നമ്മളെ എത്തിക്കേണ്ടതാ. ആകയാൽ മടുപ്പില്ലാതെ ദൈവം അനുവദിക്കുന്ന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഈശോ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുന്നവനാണ് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളുമെന്ന്. അവൻ തൻ്റെ സ്വന്തമായി കരുതുന്നത് തൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുന്നവരെയാ, ദൈവഹിതം പൂർത്തിയാക്കുന്നവരെയാ. സ്വന്തമായിട്ട് കഠിന പ്രാശ്ചിത്തങ്ങളും തപസ്സുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറെ ഗുണം നമുക്ക് വരുന്നത് ദൈവം മനസ്സായി തരുന്നവ സന്തോഷമായി സ്വീകരിക്കുമ്പോഴാണ്. അതിൽ വരുന്ന വേദന, അതിൽ വരുന്ന മനപ്രയാസം, അതിന് വരുന്ന ക്ഷീണം, ഇതെല്ലാം യേശു കുരിശിൽ സഹിച്ച വേദനകളോട് ചേർത്ത് നമുക്ക് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ളത് മറക്കാതിരിക്കാം. അവരുടെ കഷ്ടതയിൽ സ്വയം സഹായിക്കാൻ അവർക്ക് നിവൃത്തിയില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ശുദ്ധീകര സ്ഥലത്ത് കഷ്ടത അനുഭവിക്കുന്ന മക്കള് ചിലപ്പോഴെങ്കിലും ചില പ്രായമായ അപ്പന്മാര് അമ്മമാര് മരിക്കുന്നതിന് മുമ്പ് തന്നെ എഴുതി വയ്ക്കും, ഞാൻ നീക്കി വച്ചിരിക്കുന്ന ഇത്രയും പൈസ കൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ മരിച്ചു കഴിയുമ്പോൾ 30 ദിവസം തുടർച്ചയായി വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന്. അങ്ങനെയൊക്കെ എഴുതി വെച്ചു മക്കളത് കൃത്യമായി പ്രായോഗികമാക്കിയാലും സഭ നമ്മെ പഠിപ്പിക്കുന്നത്, ശുദ്ധീകര സ്ഥലത്ത് വേദന സഹിക്കുന്ന ആ അപ്പച്ചന് വേണ്ടി മക്കൾ 30 ദിവസവും കുർബാന ചൊല്ലിച്ചാൽ തന്നെയും അപ്പച്ചനത് സ്വീകരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യമുണ്ടെങ്കിൽ, സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിലേ അപ്പച്ചനത് ലഭിക്കൂ. ഇല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് ആ കുർബാനയുടെയും പ്രാർത്ഥനകളുടെയും ഫലം ചെന്ന് കിട്ടുമെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ആകയാൽ നമ്മൾ ഈ പണത്തിൻ്റെ ബലത്തിൽ ആശ വെച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ജീവിതം നയിച്ചെങ്കിലേ നമ്മുടെ കാര്യത്തിൽ ദൈവപ്രീതി നമുക്ക് രക്ഷ പ്രദാനം ചെയ്യാൻ ഓടിയെത്തൂ.
അതുകൊണ്ട് എനിക്ക് പണമുള്ളതിനാൽ കുറേയേറെ കുർബാനകൾ എനിക്ക് വേണ്ടി ചൊല്ലിക്കാം, ഇഷ്ടം പോലെ ഇപ്പോൾ ജീവിക്കാം, എന്ത് ചെയ്യാൻ ഒരു കുഴപ്പമില്ല, കാരണം മരിച്ചു കഴിയുമ്പോൾ ഒത്തിരി കുർബാനകൾ ചൊല്ലിക്കാനുള്ള പൈസ ഞാൻ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ആരും അഹങ്കരിക്കരുത്. അങ്ങനെ നമുക്ക് നേടാനാകില്ല. നമ്മൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുകയും ദൈവത്തോട് സഹകരിച്ച് ജീവിക്കുകയും നമ്മുടെ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ബലഹീനതയാൽ തെറ്റുവന്നു പോവുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് സഹായത്തിനെത്തുന്നത്. ആകയാൽ ധനികനായ മനുഷ്യനോട് പറഞ്ഞത് നമ്മൾ പലപ്പോഴും ചിന്താവിഷയമാക്കിയിട്ടുണ്ടല്ലോ. എനിക്കിനി ഒരു കുഴപ്പമില്ല, തിന്നു കുടിച്ച് സുഖമായിട്ട് കഴിയാം, ഒത്തിരി വർഷത്തേക്ക് വേണ്ടത് ഇതാ ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നു, അറപ്പുരകളെല്ലാം പൊളിച്ച് പുതിയതെല്ലാം പണിത് വർഷങ്ങളോളം വേണ്ട ധാന്യം ഞാൻ ശേഖരിച്ചു കഴിഞ്ഞു, തിന്നു കുടിച്ച് സന്തോഷിക്കാം. ദൈവം ചോദിക്കുകയാണ്, ഭോഷ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ ആത്മാവിനെ ഇങ്ങ് സ്വീകരിച്ചാൽ ഇവ കൊണ്ട് നിനക്കെന്താ ഫലം? ദൈവത്തെ മറന്ന് പണത്തോടുള്ള ആ വലിയ മമതയിൽ കഴിയുന്നവരോട് കർത്താവ് ചോദിക്കുന്നത് ഇത് തന്നെയാ. ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാനിങ്ങ് സ്വീകരിച്ചാൽ ഈ നേടിയവ കൊണ്ട് നിനക്കെന്താ ഫലം? ആകയാൽ നേട്ടങ്ങളിലേക്ക് കണ്ണുറപ്പിക്കാതെ ദൈവത്തോട് ആത്മാർത്ഥ മൈത്രിയിൽ കഴിയാൻ നമുക്ക് നമ്മുടെ സർവശക്തിയും ഉപയോഗിക്കാം. അവന് വിശ്വസ്തരായുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവം നമ്മോട് പറയുന്നത് തൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനാ. ആദ്യം പഴയ നിയമത്തിൽ നമ്മൾ കാണും ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 10 പ്രമാണങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ ജനമാ, ഞാൻ നിങ്ങളുടെ ദൈവമാ. അവർക്ക് നിത്യരക്ഷ ദൈവം വാഗ്ദാനം ചെയ്യുക. യേശു വന്നിട്ടാണ് വീണ്ടും അതിനെ വിപുലീകരിച്ച് ഈ 10 പ്രമാണങ്ങളുടെ ആകെത്തുകയായിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക, തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന സ്നേഹത്തെ വീണ്ടും വളരെ വ്യക്തമാക്കി നമുക്ക് തന്നത്. ഈ 2 കൽപ്പനകളിൽ എല്ലാ നിയമങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. ആകയാൽ സ്നേഹത്തിൻ്റെ പ്രമാണം പാലിച്ചുകൊണ്ട് തൻ്റെ സ്വന്തമായി കഴിയണമെന്ന് ഈശോ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവിക പ്ലാൻ. അവൻ്റെ കൽപ്പന പാലിക്കുന്ന അവൻ്റെ മക്കള്, പ്രത്യേകിച്ച് അത് സ്നേഹത്തിൽ ഉറച്ചുകൊണ്ടുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കണം. അങ്ങനെ സ്നേഹത്തിൽ ഉറച്ചൊരു ജീവിതം നയിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മളൊക്കെ പ്രീതിയുള്ളവരായി തീരും. അവിടുന്ന് നമ്മളെ മക്കളായി കരുതും. അവിടുന്ന് നമുക്ക് സ്നേഹമുള്ളൊരു പിതാവായിരിക്കും. ബാക്കി എന്തെല്ലാം നേട്ടങ്ങൾ നമ്മൾ ശേഖരിച്ചാലും സ്നേഹത്തിൽ തകർന്നു പോയാൽ ഈ നേട്ടങ്ങൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ലെന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ അനുസ്മരിക്കണം. ആകയാൽ ഞാൻ എന്തു നേടി, എന്തുമാത്രം നേടി, എങ്ങനെ നേടി, ഇതൊക്കെ അല്പസമയമെടുത്ത് ഒന്ന് ചോദിച്ചാൽ, സ്വയം ചോദിച്ചാൽ, അതിനുത്തരം കണ്ടെത്തിയാൽ ജീവിതത്തിൽ മാറ്റം വരും. പലപ്പോഴും റോഡ് നമ്മൾ മുറിച്ച് കടക്കുന്നിടത്ത് എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? സ്റ്റോപ്പ്, ലുക്ക്, പ്രൊസീഡ്. ഒന്ന് നിന്നേ, ഇടം വല ഒന്ന് നോക്കിക്കേ, എന്നിട്ട് പൊയ്ക്കോ, മുന്നോട്ട് പൊയ്ക്കോ. ഇതുപോലെ ജീവിതത്തിൻ്റെ ഈ തിരക്കേറിയ നാളുകളിൽ ഇടയ്ക്ക് 1 മണിക്കൂർ ഒന്ന് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് ഞാൻ എങ്ങോട്ടായി പോകുന്നത്, ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്, എൻ്റെ ഇടം വലമുള്ള മക്കൾക്ക് ഞാൻ എങ്ങനെയാ എന്നെപ്പറ്റി എന്താ അഭിപ്രായം, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടോ, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ, എൻ്റെ കുടുംബത്തോടുള്ള ബന്ധം എങ്ങനെ, ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നതാണോ? ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ശുദ്ധീകരാഗ്നിയിലെ പൊള്ളല് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഓ, എനിക്കൊരു കുഴപ്പമില്ല എന്നൊരിക്കലും പറയരുത്. നമ്മെ വിധിക്കുന്നവൻ കർത്താവാ. അവന് മുഖംനോട്ടമില്ലെന്ന വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് മുഖംനോട്ടമില്ലാത്തൊരു വിധിയാളൻ്റെ മുമ്പിലാണ് നമ്മൾ വിധിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്നത്. വിധിക്ക് ഉപയോഗിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് നമുക്ക് വിശദമായി പറഞ്ഞു തന്നു കഴിഞ്ഞു. എന്താണ് അവൻ നമ്മോട് ചോദിക്കുന്നതെന്ന്? തൻ്റെ മുൻപിലേക്ക് എല്ലാ മക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ തൻ്റെ മക്കളെ 2 ഗണമായി തിരിച്ചു നിർത്തും എന്ന് മത്തായി സുവിശേഷകന്റെ 25-ാം അധ്യായം ഒരു നാടകം പോലെ നമ്മുടെ മുമ്പിലേക്ക് വ്യക്തമാക്കി തരും.
ആ നിൽക്കുന്ന മക്കളോട് അവൻ ചോദിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: ഞാൻ വിശന്നു വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോ? ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ? ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നോ? ഞാൻ പരദേശിയായിരുന്നു, തല ചായ്ക്കാൻ ഇടം തന്നോ? ഞാൻ രോഗിയായിരുന്നു, കാരാഗ്രഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ച് ശുശ്രൂഷിച്ചോ? ഇത്രയും ചോദ്യങ്ങൾക്ക് രണ്ട് വശത്തു നിന്നും മറുചോദ്യം വരുമെന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കനുസരണം ഈശോയെ ശുശ്രൂഷിച്ചും സ്നേഹിച്ചും ജീവിച്ചവരോട് നിത്യാനന്ദത്തിലേക്ക്, നിത്യരക്ഷയിലേക്ക് പോകാനും മറ്റുള്ളവരോട് നിത്യശിക്ഷയിലേക്ക് പോകാനും ദൈവം കൽപ്പിക്കുമ്പോൾ രണ്ടു കൂട്ടരും ചോദിക്കും: എപ്പോഴാണ് കർത്താവേ നീ വന്നത്? നീ വിശന്നു വന്നത് എപ്പോഴാ? നീ ദാഹിച്ചു വന്നത് എപ്പോഴാ? നീ നഗ്നനായും കഷ്ടപ്പെടുന്നവനായിട്ടൊക്കെ വന്നത് എപ്പോഴാ? വിധിയാളന്റെ ഉത്തരം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: നിന്റെ പാവപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു തന്നത്. അപ്പോൾ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം യേശു പല വിധത്തിൽ നമ്മെ സന്ദർശിക്കും. വിശക്കുന്നവനും ദാഹിക്കുന്നവനും നഗ്നനും പരദേശിയും ഒക്കെ ആയിട്ട് യേശു കടന്നു വരും ജീവിതത്തിൽ. അവന് നമ്മൾ ചെയ്യുന്നത് യേശുവിന് സ്വന്തമായി ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് അവൻ സ്വീകരിക്കുന്നത്. ആകയാൽ മനോഭാവങ്ങളിൽ ഒരു മാറ്റം വരുത്താം. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും എന്നുള്ള തിയറി ഒന്ന് മാറ്റിവെക്കാം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും തീർച്ചയായിട്ടും അവകാശപ്പെട്ടതാ. പക്ഷെ അതിൽ നിന്ന് ഒരു പിടി ഒന്നുമില്ലാതെ വേദനിക്കുന്നവര്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവര് ആ സഹോദരങ്ങളുമായി പങ്കുവെക്കണമെന്നുകൂടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ഒരു പരിധിവരെ പറഞ്ഞാൽ കാര്യസ്ഥന്മാരായിട്ടാണ് കർത്താവ് കാണുന്നത്. കൂടുതലുണ്ടെങ്കിൽ അത് മനസ്സറിഞ്ഞ് കർത്താവ് തന്നതാ. എന്നിട്ട് നമുക്ക് ചുറ്റും ഒന്നുമില്ലാത്ത കുറേ പേരെ അവൻ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഒത്തിരി ഉള്ളതിൽ നിന്ന് അല്പസ്വല്പമൊക്കെ അവർക്കൊന്ന് കൊടുക്കുകയാണെങ്കിൽ അത് തമ്പുരാന് ഏറെ പ്രീതികരമാണ്. വിശക്കുന്നവൻ്റെ വിശപ്പ് മാറി നമ്മൾ കൊടുത്ത ഭക്ഷണം ആസ്വദിച്ചിട്ട് എൻ്റെ മക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കൂട്ടോ എന്നവരൊന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കാരണം അവരിലൂടെ അത് സ്വീകരിച്ചത് കർത്താവാണ്. അപ്പോൾ അവരുടെ കൈവെപ്പിലൂടെ, അവരുടെ നല്ല വാക്കിലൂടെ നമ്മെ അനുഗ്രഹിക്കുന്നതും കർത്താവ് തന്നെയാണ്. ഇത് നമ്മുടെ കുഞ്ഞു മക്കൾ പഠിക്കട്ടെ. വിശന്നു വരുന്നവന് നിഷേധിക്കരുത്, ഭക്ഷണം നിഷേധിക്കരുതെന്ന് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. കഷ്ടപ്പെടുന്നവന് നമ്മാലാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇടവരണമെന്ന് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. പണ്ടൊക്കെ സാധാരണ കുടുംബങ്ങളിൽ പോലും അപ്പച്ചനമ്മച്ചിമാർ പറയുന്ന ഒരു വാചകമുണ്ടായിരുന്നു: മക്കളെ, വിശക്കുന്നെന്ന് പറഞ്ഞു വരുന്നവന് വിളമ്പി വച്ചിരിക്കുന്ന ചോറേ ഉള്ളെങ്കിൽ പോലും അതിൽ നിന്നൊരു പിടി കൊടുക്കണം കേട്ടോ, വെറുതെ പറഞ്ഞു വിടരുത്. അതൊത്തിരി അനുഗ്രഹം സ്വീകരിക്കാൻ സഹായകമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. എല്ലാറ്റിനും വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. അവൻ ഒരുക്കി തന്നിരിക്കുന്നതെല്ലാം അവൻ്റെ ദാനമാണ്. സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ ദാനം തരുന്നത്. എല്ലാറ്റിനും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ തന്ന നന്മകൾക്കൊക്കെ എൻ്റെ ദൈവമേ നന്ദി എന്ന് പറയാൻ അമാന്തിക്കരുത്. പക്ഷെ അതിൻ്റെ മറുവശത്ത് ദൈവം തന്നതിൽ നിന്ന് അല്പസ്വല്പമൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇല്ലാത്തവരുമായി നമുക്ക് സുഹൃത്ബന്ധം സ്ഥാപിക്കാം. അവരെ നമുക്ക് സ്വന്തമായി കാണാം. അവർക്ക് നൽകിക്കൊണ്ട് യേശുവിനെ നമുക്ക് കൊടുക്കാം. വിശക്കുന്നവനും ദാഹിക്കുന്നവനുമായി വരുന്ന കർത്താവിനെ നിരാശപ്പെടുത്തരുത്. അവന് ഉള്ളതിൻ്റെ ഓഹരി കൊടുത്തുകൊണ്ട് അവനുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിലൂടെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാം. അതിനു വേണ്ട കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന്, സഹോദരങ്ങളെ ആഴമായി സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കണമേ എന്ന്, ആ സ്നേഹത്തിലൂടെ ജീവിതത്തെ ധന്യമാക്കാനുള്ള കൃപ തരണമേ എന്ന് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിനെ സജ്ജമാക്കാം. ഉള്ളതിൻ്റെ ഓഹരി വീതം വെച്ച് കൊടുത്ത് നമ്മുടെ മക്കൾ വഴിയും നമ്മൾ വഴിയും അനേക പാവങ്ങളുടെ വിശപ്പും ദാഹവും വേദനകളും മാറ്റിക്കൊണ്ട് നമുക്ക് തമ്പുരാന് പ്രിയപ്പെട്ടവരായി വളരാം. അവൻ്റെ അനുഗ്രഹം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ. ആമേൻ. നവംബർ 2 സകല മരിച്ചവരുടെയും ഓർമ്മ.
തിരുസഭയിൽ 5-ാം നൂറ്റാണ്ടോടുകൂടി മരിച്ചവർക്കു വേണ്ടി കുർബാന ചൊല്ലി കാഴ്ചവെച്ചിരുന്നു. 11-ാം നൂറ്റാണ്ടിലാണ് സാർവത്രിക സഭയിൽ മരിച്ചവരുടെ ഓർമ്മപ്പെരുന്നാൾ കൊണ്ടാടാൻ തുടങ്ങിയത്. മരിക്കുന്നവരെല്ലാം ദൈവത്തെ അഭിമുഖം ദർശിക്കാൻ യോഗ്യതയുള്ളവരായിരിക്കില്ല. അതേസമയം നരകത്തിൽ തള്ളപ്പെടാൻ മാത്രം പാപം എല്ലാവരിലും ഉണ്ടായിരിക്കുകയുമില്ല. ആയതിനാൽ ദൈവത്തിന്റെ കാരുണ്യം അവരെ നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുന്നു. എന്നാൽ അവിടുത്തെ നീതി അവരുടെ വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നു. നാം എല്ലാവരും ഒരേ ശരീരത്തിലെ അവയവങ്ങളാകയാൽ ഒരാളുടെ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും ആ ശരീരത്തിലെ മറ്റംഗങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിനാൽ ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മറ്റു പ്രാർത്ഥനകളും അവരുടെ കടങ്ങൾ ക്ഷമിക്കാൻ ഉതകുമെന്ന് ട്രെൻ സൂനഹദോസ് നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ സകല മരിച്ച വിശ്വാസികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ, ബന്ധുക്കൾ, ഉപകാരികൾ, പ്രാർത്ഥിക്കുവാൻ ആരോരുമില്ലാത്തവർ എന്നിവരുടെ ആത്മാക്കൾക്ക് ഈശോ മിശിഹായുടെ 5 തിരുമുറിവുകളുടെ യോഗ്യതകളാൽ നിത്യാശ്വാസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.